സർവവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സഹോദരങ്ങളെ, ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമ്പോഴാണ് വീഡിയോ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, നമ്മളൊരു വണ്ടിയിൽ ഓയിൽ ഒഴിക്കുന്നത് പോലെയാണ് ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സഹോദരങ്ങളെ, യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല. കൊലപാതകം, വെറുപ്പ്, വിദ്വേഷം, അബോർഷൻ ചെയ്യുക, അതായത് കുഞ്ഞുങ്ങളെ കൊല്ലുക, ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള കുടില തന്ത്രങ്ങൾ ഒരുക്കുക, ഇവയെല്ലാം ഈ കൊലപാതകത്തിൽ വരുന്ന ഒന്നാണ്. നിയമാവർത്തനം 24-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മക്കളോടുള്ള പ്രതികാരത്തിനായി പിതാവിനെയോ പിതാവിനോടുള്ള പ്രതികാരത്തിനായി മക്കളെയോ വധിക്കരുത്. അതായത് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരാളോട് വിരോധമോ വെറുപ്പോ പകയോ വെച്ച് പുലർത്തിയിട്ട് അവരുടെ കുടുംബത്തിലുള്ള മറ്റു വ്യക്തികളോട് പ്രതികാരം ചെയ്യരുത് എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം ഇപ്രകാരമുള്ള കൊലപാതകം ചെയ്യുന്ന വ്യക്തികൾക്ക് നിത്യജീവൻ ലഭിക്കുകയില്ല എന്നതാണ് പരമപ്രധാനം. സോളെ, നമ്മുടെ ജീവിതം ഈ ലോക ജീവിതം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല. ഒരു മനുഷ്യൻ്റെയും ജീവിതം ഈ ലോകത്തിൽ ചിലപ്പോൾ 50, 60, 80, 90, 100, 120 വർഷം വരെ ജീവിച്ചാലും ആ ജീവിതം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല. കാരണം പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നത്, കടൽ തീരത്തെ മണൽത്തരികൾ ആർക്കും എണ്ണാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴയുടെ മഴത്തുള്ളികളും ആർക്കും എണ്ണാൻ പറ്റുകയില്ല. ഇതുപോലെ നമ്മുടെ നിത്യതയുടെ ദിനങ്ങളും ആർക്കും എണ്ണാൻ സാധിക്കുകയില്ല. അപ്പോൾ സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല. ഈ മാറ്റം വരാത്ത ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി നമ്മുടെ ഉള്ളിലെ വെറുപ്പ്, വിദ്വേഷങ്ങൾ, വൈരാഗ്യങ്ങൾ, പ്രതികാര ചിന്തകൾ, ആത്മഹത്യാ ചിന്തകൾ, ഇവയൊക്കെ എടുത്തു മാറ്റണം. കർത്താവിനോടുകൂടെ 3.5 വർഷക്കാലം ജീവിച്ച യൂദാസ് ആത്മഹത്യ ചെയ്തു. യൂദാസിനെ കുറിച്ച് കർത്താവ് പറഞ്ഞത്, അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഒരുവൻ ആത്മഹത്യ ചെയ്യുന്നവൻ്റെ ശവം പോലും ദൈവത്തിന് കാണുവാൻ ആഗ്രഹമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണ നൽകുന്നവൻ്റെ കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി കടലിലേക്ക് എടുത്തെറിയുക, ചാടുക. അതായത് കഴുത്തിൽ തിരികല്ലും കെട്ടി കടലിൽ ചാടിയാൽ അവൻ്റെ ശവം പോലും പൊങ്ങി വരില്ല. പരസ്പരം സ്നേഹിക്കാൻ പറഞ്ഞ ദൈവം ഇപ്രകാരമുള്ള ദുഷ്പ്രേരണ നൽകുന്നവരുടെ ശവം പോലും കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവൻ നിത്യജീവൻ നഷ്ടപ്പെട്ട വ്യക്തിയാണ്. നിത്യജീവൻ നഷ്ടപ്പെടുത്തിയ വ്യക്തികളെ ദൈവത്തിന് ഒരാവശ്യവുമില്ല. ഓക്കെ നമ്മളെ, അപ്പോൾ നിത്യജീവൻ ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് പരസ്പരം സ്നേഹിക്കാം, ദൈവത്തിൽ വിശ്വസിക്കാം, ദൈവത്തെ ആരാധിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.